അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. അജി കുഞ്ഞുമോൻ കോഴിക്കോടും ചെയ്യുന്നു. അജി കുഞ്ഞുമോൻ, അങ്ങനെ 21 ദിവസത്തിന് ശേഷം ഷിംജിത പുറത്തേക്ക്. പ്രോസിക്യൂഷൻ ജാമ്യം തടയാൻ എന്തൊക്കെ വാദഗതികളാണ് കൊണ്ടുവന്നത്? ഇനി എന്തൊക്കെയാണ് കേസിലെ തുടർ നടപടികൾ? കുടുംബത്തിന്റെ അടക്കം പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? വിവരങ്ങൾ തീർച്ചയായിട്ടും കുടുംബത്തിന്റെ അടക്കം പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സുഹേൽ, കുടുംബം പ്രധാനമായും പറയുന്നത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രധാനമായും പറയുന്നത്. അതേസമയം ജാമ്യ വ്യവസ്ഥയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ജാമ്യ വ്യവസ്ഥ അനുസരിച്ച് ഈ സാക്ഷികളെ, കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. മാത്രമല്ല, മാസത്തിലെ എല്ലാ രണ്ടാമത്തെയും അവസാനത്തെയും 4-ാമത്തെയും വെള്ളിയാഴ്ച ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ഒപ്പിടണം എന്നടക്കമുള്ള വ്യവസ്ഥകളാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ ഷിംജിത ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് വനിതാ ജയിലിലാണ് ഉള്ളത്. നേരത്തെ മഞ്ചേരി സബ് ജയിലിലായിരുന്നു. മഞ്ചേരി സബ് ജയിലിൽ നിന്ന് കോഴിക്കോട് വനിതാ ജയിലിലേക്ക് ഷിംജിതയെ മാറ്റിയിരുന്നു. 3 മണിയോടുകൂടെ ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് ജയിലിലെത്തിക്കുകയും 3 മണിക്ക് ശേഷം ഏത് നിമിഷവും ഷിംജിത ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്ന സാഹചര്യമാണുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദഗതികൾ നോക്കുകയാണെങ്കിൽ, കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഈ ഫോറൻസിക് റിപ്പോർട്ടിന്റെ പരിശോധനാ ഫലം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് ഈ പ്രതിക്ക് ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ അവിടെ പ്രതിഭാഗം വാദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 21 ദിവസമായി പ്രതി ഷിംജിത മുസ്തഫ റിമാൻഡിലാണ്. ഈ ഫോറൻസിക് റിപ്പോർട്ട് ഫലം, അതിന്റെ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു പ്രധാനമായും പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് മേൽക്കോടതിയെ ഷിംജിത മുസ്തഫ ആരോപണം ഉന്നയിച്ച യുവാവിനെതിരെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഷിംജിത പുറത്തേക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.